ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രാഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളായ നിങ്ങളേവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. ഏകദേശം 2 മാസങ്ങൾക്ക് ശേഷമാണ് ഇസക്കേൽ 38 ആൻഡ് ദ വേൾഡ് ടുഡേ, അതായത് ഇസക്കേൽ പ്രവചന പുസ്തകം 38-ാം അധ്യായത്തിൽ വിസ്തരിച്ചിരിക്കുന്നതായിട്ടുള്ള യുദ്ധം ഇന്നത്തെ വേൾഡിൻ്റെ അവസ്ഥയുമായിട്ട് ഒരു താരതമ്യ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 25-ാമത്തെ എപ്പിസോഡാണ്. ഏകദേശം 1 വർഷത്തിലും 2 വർഷത്തോളമായി ഇത് നിരന്തരമായിട്ട് അത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് റിലീസ് ചെയ്യാറുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളേവരും അതിൻ്റെ ആരംഭം തുടങ്ങി കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്റ്റുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരിക്കും. എസക്കേൽ പ്രവചന പുസ്തകം അധികം പരിചയമില്ലാത്തവർക്കാണെങ്കിൽ എസക്കേൽ പ്രവചന പുസ്തകം 38-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം തന്നതിന് ശേഷം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. എസക്കേൽ പ്രവചന പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം തുടങ്ങി വായിക്കുന്നു. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെന്നു, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിൻ്റെ താടിയിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിൻ്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്ത ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരിയും ധരിച്ച പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമേരും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളെയും വടക്കേ അറ്റത്തുള്ള തോഗർമഗ്രഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെട്ടു വരുമാറാക്കും. ഇതേക്കുറിച്ച് ആരംഭത്തിൽ തുടങ്ങി കാണുന്നവർക്കാണെങ്കിൽ ക്ലിയറായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. എല്ലാത്തവർക്കും വേണ്ടി ഞാൻ ചെറുതായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തന്നതിന് വരാൻ ശേഷം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്, ഈ ചിത്രത്തിൽ കാണുന്നതായിട്ടുള്ള രാജ്യങ്ങളെ കുറിച്ച് കൊണ്ട് പറയുകയാണെങ്കിൽ, ഇസ്രായേൽ മധ്യത്തിൽ കിടക്കുമ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഗോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ, ഗോഗ് മാഗോഗ്, ഇതിലെല്ലാം വിവരണങ്ങൾ കൂടുതൽ വരണമെങ്കിൽ അധികം സമയമെടുക്കും. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രീവിയസ് എപ്പിസോഡുകൾ നോക്കിയാൽ കാണാൻ സാധിക്കും. അവിടെയെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പേരുകൾ വന്നതെന്നും ഇതിൻ്റെ മൊബൈലൈസേഷൻ എങ്ങനെയാണ്, അതായത് ഉൽപ്പത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിവരിച്ചിരിക്കുന്നതായിട്ടുള്ള നോഗയുടെ ശേഷത്തിനുള്ള ജീനിയോളജി, അതായത് നോഗയുടെ 3 പുത്രന്മാരായിരുന്ന ജാഫെത്ത്, ഹാം, ഷേമിൻ്റെ തലമുറ എന്നാണ് അബ്രാമിനെ വിളിച്ച് വേർതിരിക്കുന്നത്. അതിൽ നിന്ന് ഇസ്ഹാക്ക്, യാക്കോബിൻ്റെ പേരാണല്ലോ ഇസ്രായേൽ എന്നുള്ളത്. അപ്പോൾ ഷേമിൻ്റെ തലമുറയിൽ നിന്ന് ഇസ്രായേൽ ഉത്ഭവിക്കുമ്പോൾ ഹാമിൻ്റെയും ജാഫത്തിൻ്റെ തലമുറയിൽ നിന്നാണ് ഈ കാണുന്ന ഭൂലോകത്തിൽ മുഴുവനും പരന്നു കിടക്കുന്നതായിട്ടുള്ള ഈ ജാതികൾ മുഴുവനും ഉത്ഭവിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള പേർഷ്യൻ അല്ലെങ്കിൽ ഇറാൻ, അതുപോലെ തന്നെ തോഗർമ, അതായത് ടർക്കി, ഗോമർ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് യൂറോപ്പ്, ലിബിയ എന്ന് പറഞ്ഞാൽ പൂത്ത്, കൂഷ് എന്ന് പറഞ്ഞാൽ ഇത്യോപ്യ അല്ലെങ്കിൽ സുഡാൻ, ആ ഭാഗത്തുള്ളവരാണ്. അപ്പോൾ ഇവരെല്ലാം തന്നെ നോഹയുടെ മക്കളിൽ നിന്നും വന്നിട്ടുള്ളവരാണ്. എന്നാൽ നിങ്ങൾക്ക് ദൈവവചനമായിട്ടുള്ള ബന്ധം വളരെ അടുത്തുള്ളവരാണെങ്കിൽ ഈസിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേലിന് ദൈവം ഒരു സെപ്പറേറ്റ് നാഷനായിട്ട് തൻ്റെ പദ്ധതിയെ, മനുഷ്യരോടുള്ള തൻ്റെ പദ്ധതിയെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം, അതുപോലെ തന്നെ ഉൽപ്പത്തി 3:15 പറഞ്ഞിരിക്കുന്ന ആ സ്ത്രീയുടെ സന്തതിയെ ഒരു വിശുദ്ധ സന്തതിയായിട്ട് ഭൂമിയിൽ കൊണ്ടുവരാൻ തക്കണം. അതായത് പ്ലെയിൻ ലാംഗ്വേജിൽ പറഞ്ഞാൽ യേശുവിനെ ഒരു വിശുദ്ധ സന്തതിയായിട്ട് ഭൂമിയിൽ കൊണ്ടുവരാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത അബ്രാഹാമിൻ്റെ തലമുറയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. എന്നാൽ അവരോട് എതിർത്ത് നിൽക്കുന്ന നോഹയുടെ പുത്രന്മാരിൽ വന്നിട്ടുള്ള ഹാമിൻ്റെയും ജാഫത്തിൻ്റെയും തലമുറയിൽ നിന്നുള്ളവരാണ് ഈ കാണുന്ന മറ്റുള്ളവരും. അപ്പോൾ എസക്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ കീഴിൽ ഈ പേർഷ്യ, അതായത് ഇറാൻ, ടർക്കി, ഈസ്റ്റ് യൂറോപ്പ്, ലിബിയ, ഇത്യോപ്യ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു ആക്രമണം വരുന്ന സമയത്ത് സൗദി അറേബ്യ ഇതിനകത്ത് ആക്രമിക്കുന്നില്ല, അതുപോലെ തന്നെ ഈജിപ്റ്റ് ആക്രമിക്കുന്നില്ല. സൗദി അറേബ്യ റഷ്യയോട് ചോദിക്കുന്നത്, നീ കൊള്ളയിടുവാനാണോ വന്നിരിക്കുന്നത്? അതായത് ഇന്നത്തെ
ഇസ്രായേലിൻ്റെ റവന്യൂ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ട് തന്നെയും ഇന്ന് അവരുടെ സ്റ്റോക്ക് മാർക്കറ്റ്, അവരുടെ കറൻസി വാല്യൂ ഇതെല്ലാം തന്നെ വളരെ ഹയർ ലെവലിൽ നിൽക്കുകയാണ്. അവിടെ നാച്ചുറൽ ഗ്യാസിൻ്റെ റിസോഴ്സുകൾ വളരെ കൂടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, പുട്ടിനെ കുറിച്ച് മനസ്സിലാക്കുന്നവരാണെങ്കിൽ പുട്ടിൻ്റെ കണ്ണ് എപ്പോഴും ഇരിക്കുന്നത് ഓയിൽ ഇൻഡസ്ട്രിയിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡികളൊക്കെയും നിങ്ങൾക്ക് പ്രീവിയസ് എപ്പിസോഡുകളിൽ കാണാം. അല്ലെങ്കിൽ റെവലേഷൻ ഓഫ് ജോൺ എന്ന, അല്ലെങ്കിൽ യോഹന്നാനുണ്ടായ വെളിപ്പാട് എന്ന മലയാളത്തിലും, അല്ലെങ്കിൽ റെവലേഷൻ ഓഫ് ക്രൈസ്റ്റ് ജോൺ എന്ന ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷൻസ് നിങ്ങൾക്ക് ലഭിച്ചുള്ളവരാൾക്കാണെങ്കിൽ വായിച്ചാൽ അതിനകത്ത് ഞാൻ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സിഗേൽ പർവ്വതത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ ചെറിയ മാപ്പ് എന്ന് പറയുന്നത്. ഈ സമയത്ത് ഇവരിങ്ങനെ ആക്രമിക്കാൻ പറ്റുന്ന സമയം, അതായത് വ്യോമസേന, അത് എയർഫോഴ്സ്, നാവികസേന, അതുപോലെ തന്നെ കരസേന, ഇത് മൂന്നും കൂടെ ഒരേ സമയത്ത് ആക്രമിക്കാൻ വരുന്ന സമയത്ത് ഇസ്രായേലിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 14 വാക്യത്തിലേക്ക് പോവുകയാണെങ്കിലും 14 വാക്യം വായിക്കുകയാണെങ്കിൽ, ആകയാൽ മനുഷ്യപുത്ര, നീ ഗോഗിനോട് പ്രവചിച്ച് പറയേണ്ടത്, യഹോവേ കർത്താവ് ഇപ്രകാരം മരടി ചെന്നു, എൻ്റെ ജനമായ ഇസ്രായേൽ നിർഭയമായി വസിക്കുന്ന നാളിൽ നീ അത് അറിയുകയില്ലയോ? നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിൻ്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തു നിന്ന്, അതാണ് റഷ്യയുടെ വടക്കേ അറ്റെന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന അറ്റത്ത് നിന്ന് തന്നെ വരും. ദേശത്തെ മറക്കേണ്ടുന്ന ഒരു മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിന് നേരെ വരും. ഗോഗ്, അന്ത്യകാലത്ത് ജാതികൾ കാണുകയും ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശദീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എൻ്റെ ദേശത്തിന് നേരെ വരുത്തും. യഹോവേ കർത്താവ് ഇപ്രകാരം അരുളിച്ചെന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് വിരുദ്ധമായി വരുത്തും എന്ന് പണ്ടത്തെ കാലത്ത് അനേകം സംവത്സരങ്ങളായി പ്രവചിച്ചു പോന്ന അവരുടെ പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ അന്ന് അരുളിച്ചത് നിന്നെക്കുറിച്ചല്ലയോ? ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ എൻ്റെ ക്രോധം എൻ്റെ മൂക്കിൽ ജ്വലിക്കും എന്ന് യഹോവേ കർത്താവിൻ്റെ അരുളപ്പാട്. അന്നാളിൽ നിശ്ചയമായിട്ടും ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും എന്ന് ഞാൻ എൻ്റെ തീഷ്ണതയിലും എൻ്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും എന്ന് പറഞ്ഞാൽ നേവൽ ഫോഴ്സ്, ആകാശത്തിലെ പറവജാതിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർഫോഴ്സ്, കാട്ടിലെ മൃഗവും എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫോഴ്സ്, നിലത്തെഴുന്ന ഇഴജാതിയൊക്കെയും, അതാണ് ഈ ഗ്രൗണ്ട് ഫോഴ്സിനെ കുറിച്ച് പറയുന്നത്. ഭൂതലത്തിലെ സകല മനുഷ്യരും എൻ്റെ സന്നിധിയിൽ വിറയ്ക്കും. ഭൂതലത്തിലെ സകല മനുഷ്യരും എൻ്റെ സന്നിധിയിൽ വിറയ്ക്കും. ഈ വാക്യങ്ങൾ, മലകൾ ഇടിഞ്ഞു പോകും, കടുന്തൂക്കങ്ങൾ വീണു പോകും, എല്ലാ മതിലും നിലംപരിചാകും. എന്നാൽ ഈ ഒരു ഭൂകമ്പം എന്ന് പറയുന്നത് ഇതുവരെയും ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് വലിയൊരു ഭൂകമ്പമായിരിക്കും. അതായത് ഭൂതലത്തിൽ സകല മനുഷ്യരും എൻ്റെ സന്നിധി വിറയ്ക്കത്തക്കവണ്ണം മലകൾ ഇടിഞ്ഞു പോകുന്നത്, കടുംതൂക്കങ്ങൾ വീണു പോകുന്നത്, എല്ലാ മതിലും നിലം പരിഞ്ഞാകുന്നത്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിംബോളിക്കൽ ലാംഗ്വേജിൽ കൂടിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വിവരണത്തിൽ പോയാൽ ഒരു ഷോർട്ട് വീഡിയോയിൽ സമാപിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിലേക്ക് കടന്നു പോകാം. സ്തോത്രം. അപ്പോൾ ഏകദേശം പുതിയതായിട്ട് കാണുന്നവർക്കും ഒരു ബ്രീഫ് ഐഡിയ കിട്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. ഇന്നത്തെ അപ്ഡേറ്റിൽ പറയാനുള്ളത്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ, വേൾഡ് ടുഡേ, സിക്കേൽ പ്രവചന പുസ്തകം 38-ാം അധ്യായം ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥയുമായിട്ടൊരു കമ്പാരിസൺ ചെയ്തുകൊണ്ട് ഈ ഒരു വാറിലേക്കാണോ ഇപ്പോഴത്തെ ലോക സംഭവങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ദൈവമക്കളെ ഒന്ന് ഉണർത്തുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഞാൻ ഈ ഏകദേശം 2 വർഷത്തോളമായി വേൾഡ് പൊളിറ്റിക്സ്, വേൾഡ് എക്കണോമിക്സ്, അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ്, ഇതിനെല്ലാം തന്നെ കർത്താവ് തൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അടയാളങ്ങളുമായിട്ട്, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ വരവിൻ്റെ അടയാളങ്ങളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം അനൗൺസ് ചെയ്യുന്നത്. ഒരു ഡീറ്റെയിൽ സ്റ്റഡിക്ക് ശേഷമാണ്. വെറുതെ അവിടെ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഉടനെ എടുത്തൊരു വീഡിയോ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഒരു ഡീറ്റെയിൽ സ്റ്റഡിക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത്. അത് ദൈവമക്കളാവുന്ന നമ്മെ എത്ര ബാധിക്കും എന്നൊരു വിഷയം നോക്കുകയാണെങ്കിൽ, നാം ഇപ്പോൾ വചനത്തിൽ വായിച്ചല്ലോ, ഭൂതലത്തിലെ സകല മനുഷ്യരും എൻ്റെ മുമ്പിൽ വിറയ്ക്കും. അതായത്
ഇതുവരെയും ലോകം കണ്ടിട്ടില്ലാത്ത വിധത്തിലൊരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ, അത് ഇസ്രായേലിനെ കേന്ദ്രീകരിച്ച് ഉണ്ടാകുമ്പോൾ, മെഡിറ്ററേനിയൻ സീയിലാണെങ്കിൽ സ്തോത്രം, അത് ഒരു വലിയ സുനാമിയായി തീരുകയും എയർ കൺട്രോള്, അതുപോലെ എയർ ട്രാഫിക് കൺട്രോള്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കൺട്രോൾസ്, അതായത് ഇന്ന് ഇൻ്റർനെറ്റ് വഴിക്കോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ വഴിക്കോ ചെയ്യുന്ന കൺട്രോൾസ്, അതുപോലെ തന്നെ കടലിൻ്റെ അടിയിൽ കൂടെ പോകുന്നതായിട്ടുള്ള ഫൈബർ ഓപ്റ്റിക് കേബിൾസ്, ഇവ കാര്യങ്ങൾക്കൊക്കെ തന്നെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ മേജർ ഡിസാസ്റ്റർ ആയിരിക്കും. അതിൽ നിന്നും ഒരു റീകൺസ്ട്രക്ഷൻ നടത്താൻ ഒരു കൺട്രിക്കും ഒറ്റയ്ക്ക് സാധിക്കാത്ത അവസ്ഥയിൽ യുണൈറ്റഡ് നേഷനിൽ നിന്നും ഒരു വേൾഡ് കൺട്രോൾ, സിംഗിൾ വേൾഡ് കൺട്രോൾ വരും. അതായിരിക്കും ആൻറ്റിക്രൈസ്റ്റ്. അതാണെങ്കിൽ അതിനു മുമ്പ് ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടണം. ഇതാണ് ഈ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ മേജർ ഫോക്കസ് എന്ന് പറയുന്നത്. അല്ലാതെ യുദ്ധത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ പറയാൻ വേണ്ടിയല്ല. ഞാൻ പല എപ്പിസോഡിലും പറയാറുണ്ട്, യുദ്ധത്തെക്കുറിച്ച് വിവരണങ്ങളാണെങ്കിൽ വളരെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ, വളരെ ക്ലാരിറ്റിയുള്ള അപ്ഡേറ്റുകൾ, ഒരു 90% വ്യാജമാണ്. അതിനകത്ത് വളരെ ക്ലാരിറ്റിയുള്ള സൈറ്റുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിൽ കൂടി നിങ്ങൾക്ക് ഇൻഫർമേഷൻ സാധിക്കും. ഇത് ഞാൻ ദൈവസഭയുടെ ചർച്ച് ഓഫ് ക്രൈസ്റ്റിൻ്റെ പ്രബോധനത്തിന് വേണ്ടിയാണ് പറയുന്നത്. എസെക്കിയേൽ പ്രവചന പുസ്തകത്തിൻ്റെ 38-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളും ഇന്നത്തെ ലോക സംഭവങ്ങളും എത്രമാത്രം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് പോയിന്റ്, ഹമാസിൻ്റെ ലീഡറായിരിക്കുന്ന, പൊളിറ്റിക്കൽ ലീഡറായിരിക്കുന്ന, ടോപ്പിൽ ലീഡറായിരിക്കുന്ന മുഹമ്മദ് ഹനിയ എന്ന അദ്ദേഹത്തെ ഇറാൻ്റെ സോയിലിൽ വെച്ച് കൊല്ലുവാൻ കാരണമായി തീർന്നു. അത് ആരാണ് അതിൻ്റെ പുറകിൽ നിന്നുള്ള വ്യക്തമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്ന് കിട്ടിയിട്ടില്ല. എന്നാൽ എപ്പോഴും ഇറാൻ്റെയോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ കൺട്രികളിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ എപ്പോഴും കുറ്റം പറയുന്നത് ഇസ്രായേലിനെയും ഇസ്രായേലിൻ്റെ രഹസ്യസേനയായിരിക്കുന്ന മൊസാദിനെയൊക്കെ ആയിരിക്കും. അതേ ഒരു തീരുമാനത്തിലാണ് ഇപ്പോഴും ഇറാൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇറാൻ്റെ സോയിലിൽ വെച്ചിട്ട് മുഹമ്മദ് ഖനിയെ ഇറാൻ്റെ സോയിലിൽ വെച്ച് അസാസിനേറ്റ് ചെയ്തതുകൊണ്ട്, അതും അവരുടെ ഇപ്പോൾ പുതിയതായിട്ടുള്ള പ്രസിഡൻറ്റിൻ്റെ ഇനാഗ്രേഷൻ സെറമണി കഴിഞ്ഞ് അതിന് അറ്റൻഡ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ ഫോഴ്സിൻ്റെ ക്വാർട്ടേഴ്സിനകത്ത് താമസിക്കുന്ന സമയത്താണ് ഈ ഒരു അറ്റാക്ക് നടന്നത്. അത് വെൽ പ്ലാൻഡും ഏകദേശം 2 മാസം മുമ്പേ തന്നെ വെൽ പ്ലാൻഡ് ആണെന്നൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് വന്നിട്ടില്ല. എന്ന് തന്നെയാലും ഇറാൻ്റെ ക്യാപിറ്റലിൽ വെച്ചുകൊണ്ട് ഇത് നടന്നതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം വേൾഡിലുള്ള അവരുടെ സെക്യൂരിറ്റിയെക്കുറിച്ചുള്ള വേൾഡിലുള്ള ആ ഇമേജ് തീർത്തും നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതിനൊരു റിവഞ്ച് എടുക്കാൻ, അവരുടെ ഇമേജ് നിലനിർത്താൻ ഒരു റിവഞ്ച് എടുക്കേണ്ട ആവശ്യകത ഉള്ളതുകൊണ്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇറാൻ്റെ സോയിലിൽ വെച്ച് ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ഹെഡായിരിക്കുന്ന മുഹമ്മദ് ഖനിയെ അസാസിനേറ്റ് ചെയ്തതുകൊണ്ട് ഇറാൻ്റെ സെക്യൂരിറ്റിയെക്കുറിച്ചുള്ള വേൾഡ് ഇമേജ് തീർത്തും ശൂന്യമായിരിക്കുകയാണ്. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ ഇസ്രായേലിനെതിരായിട്ട് ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റ്സ് എന്ന ഇറാഖിൻ്റെ ബോർഡറിൽ നിന്നും ഒരു സിഗ്നൽ എന്ന വിധത്തിൽ അവരുടെ ഒരു സ്പെസിഫിക് ഏരിയയിൽ ബോംബ് ചെയ്യുകയുണ്ടായിരുന്നു. അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസെ ഒന്നും തൽക്കാലം ചെയ്തിട്ടില്ല. അതൊരു സിഗ്നലായിരുന്നു, ഞങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എയർ ബൗണ്ടറിയിലേക്ക് വരാതെ തന്നെ നിങ്ങളുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി നശിപ്പിക്കാൻ സാധിക്കും എന്ന് ഇസ്രായേൽ ഒരു വാണിംഗ് കൊടുക്കായിരുന്നു. അതിനുശേഷം ഇറാൻ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. അവിടെ ഈ മാച്ച് വളരെ ഡൗൺ ആയി. ഈ ഒരു അസാസിനേഷനിൽ മുഹമ്മദ് ഖനിയെ കൊന്നതുകൊണ്ടല്ല, അവരുടെ സോയിലിൽ വെച്ച് ചെയ്തതുകൊണ്ട് അവർക്കത് വലിയൊരു പ്രശ്നമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു റിറ്റാലിയേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള അതിൻ്റെ ഒരു ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഹമാസിൻ്റെ മറ്റൊരു ലീഡറായിരിക്കുന്ന മുഹമ്മദ് ഡെയ്ഫ്, നിങ്ങൾക്ക് അതിൻ്റെ ചിത്രത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇവനാണ് ഹമാസിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്നതായിട്ടുള്ള 5 ലീഡേഴ്സ്. അതിനകത്ത് 3 പേരെ ഓൾറെഡി വധിച്ചു കഴിഞ്ഞു ഇസ്രായേൽ. അതിനകത്ത് മുഹമ്മദ് ഖനിയെ ആരാണ് വധിച്ചതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണയില്ല. എന്നിരിക്കൽ തന്നെയും ആ 3 പേരും നീക്കപ്പെട്ടു. ഇനി 2 പേരാണുള്ളത്. അടുത്തത് അസബുള്ളയുടെ ഒരു ലീഡർ, അതായത് മുഹമ്മദ് ഷക്കൂർ എന്നാണ് പറയുന്നത്. ഈ മുഹമ്മദ് ഷക്കൂറിൻ്റെയും ഇദ്ദേഹമാണ് അവരുടെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഇൻ്റലിജൻസ് ബ്യൂറോയുടെയും ഒക്കെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ലീഡറാണ്. അദ്ദേഹത്തെ ഒരാഴ്ചയ്ക്ക് മുമ്പിൽ വധിക്കുകയുണ്ടായിരുന്നു. ലെബനാനിൽ വെച്ചിട്ടാണ് വധിക്കുന്നത്.
അതും ഇറാനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഹസബുള്ളയെ സംബന്ധിച്ചോളം വലിയൊരു ഇമേജ് നഷ്ടപ്പെട്ട വിഷയമാണ്. അപ്പോൾ അന്ന് തുടങ്ങി ഇസ്രായേലിനെതിരായിട്ട് ഒരു റിറ്റാലിയേഷൻ നടക്കുമെന്ന് എല്ലാ കൺട്രീസും തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. മറ്റൊന്നാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്, വളരെ സീരിയസ് ആയിരിക്കുന്ന ഒരു വിഷയമാണ്. ഈ സാഹചര്യത്തിൽ ഇന്നലെ, അതായത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് മാസം 5-ാം തീയതി രാത്രി 10 മണിക്കാണ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്ന സമയത്ത്, അതായത് ഇന്നലെ റഷ്യയുടെ സെക്യൂരിറ്റി സെക്രട്ടറി, ഇദ്ദേഹം വളരെ വളരെ ക്രൂരനായ മനുഷ്യനാണ്. മനുഷ്യനെ കൊന്നുകളയുന്നതിൽ യാതൊരു വിധത്തിലുള്ള ദാക്ഷിണ്യം കാണിക്കാത്തതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ സിറിയായിട്ടുള്ള വാറിനകത്തും നെന്മാരികളൊക്കെ തന്നെ മനുഷ്യരെ ഒരു ദാക്ഷിണ്യമില്ലാതെ കൊന്നുകളഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ യുക്രൈനുമായിട്ടുള്ള വാറിനകത്തും ഇദ്ദേഹത്തെ 2 പ്രാവശ്യം സ്ഥാനത്ത് മാറ്റാൻ തക്കമുള്ള വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നിട്ട് പോലും തന്നെ മാറ്റാതെ പുടിൻ വെച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ക്രൂരനായ മനുഷ്യനാണത്. അപ്പോൾ ഇദ്ദേഹം ഇന്നലെ ടെഹ്റാനിൽ, ഇറാൻ്റെ ക്യാപിറ്റലിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ അമേരിക്കയുടെ സെൻകോമിൻ്റെ കമാൻഡറായിരിക്കുന്ന ജനറൽ കുറില ഇന്ന് 5-ാം തീയതി ഇസ്രായേലിൽ ലാൻഡായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം, അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള F-22, ഇന്നുവരെ ഇസ്രായേലിന് അത്രയും കൊടുത്തിട്ടില്ല, F-22 ഫ്ലൈറ്റുകളും അതേപോലെ S-15 F-35 ഫ്ലൈറ്റുകൾ, ഇതെല്ലാം സൂപ്പർസോണിക് ബോംബേഴ്സാണ്. അത് മറ്റ് റഡാറുകൾക്കും മറ്റൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത അമേരിക്കയുടെ ഹയർ ടെക്നോളജിയുള്ള ഫൈറ്റർ ജെറ്റുകളാണ്. അതുകൊണ്ട് മറ്റ് റഡാറുകൾക്കോ ഇന്ന് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അതേ അഥവാ ഇറാനിൽ നിന്നും ഒരു റിറ്റാലിയേഷൻ ഉണ്ടാകുകയാണെങ്കിൽ ആകാശത്ത് കൂടെ തന്നെ പറന്നുകൊണ്ട് മിസൈലുകളെ വേട്ടയാടാൻ കഴിവുള്ള ഫ്ലൈറ്റുകളാണ്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുകയാണെങ്കിൽ അറിയാൻ സാധിക്കും. ഇപ്പോഴത്തെ പ്രസൻറ്റ് മിഡിൽ ഈസ്റ്റിലിരിക്കുന്ന അമേരിക്കൻ നേവിയുടെ ഷിപ്പുകളുടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു മാപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മെഡിറ്ററേനിയൻ സീയിലകത്ത് അതിൻ്റെ മേജർ യുദ്ധക്കപ്പലാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു യുദ്ധക്കപ്പലുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ അതിന് ചുറ്റും ഒരു 10-15 വേറെ യുദ്ധക്കപ്പലുകളുണ്ടായിരിക്കും ആ മെയിൻ യുദ്ധക്കപ്പലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മെഡിറ്ററേനിയൻ സീ, അതായത് ഇസ്രായേലിൻ്റെ അടുത്ത് നിൽക്കുന്ന മെഡിറ്ററേനിയൻ സീ ഏകദേശം നിറഞ്ഞ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ നിറഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ സൂയസ് കനാലിൻ്റെ അടുത്തായിട്ട്, ഇവിടെ ഗൾഫ് ഓഫ് എയ്ദിനടുത്തായിട്ട്, ഗൾഫ് ഓഫ് ഒമാൻ്റെ അടുത്ത് വരുമ്പോൾ സമയത്ത് ഇവിടെയെല്ലാം തന്നെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ വളരെ വളരെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത്, ഒരു യുദ്ധക്കപ്പലൊക്കെ അമേരിക്ക എന്ന മിഡിൽ ഈസ്റ്റിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ വലിയൊരു ചിലവുള്ള വിഷയമാണ്. നിസ്സാരമായ ഒരു കാര്യമല്ല. നമുക്ക് ചിത്രത്തിൽ കാണാൻ വളരെ ഈസിയാണെങ്കിലും ഇതിൻ്റെ ഒരു ഡിപ്ലോയ്മെൻറ്റിന്, അതുപോലെ തന്നെ ഒരു യുദ്ധക്കപ്പലിൻ്റെ കൂടെ വരുന്നത് 4,000 അല്ല 5,000 നേവൽ ഫോഴ്സാണ് വരുന്നത്. അപ്പോൾ വലിയൊരു എക്സ്പെൻസോട് കൂടിയായിരിക്കും ഇത് നടക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് ഖത്തറിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന അമേരിക്കയുടെ സെൻട്രൽ കമാൻഡറിൻ്റെ ഓഫീസാണ്. ഇതും ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട്, ഇപ്പോൾ ഈ ഒരു വിഷയം സംബന്ധിച്ച് വളരെ ആക്റ്റീവാക്കിയിരിക്കുന്നു. ഖത്തറിലാണ് ഇതിനെ സ്ഥിതി ചെയ്യുന്നത്. മാസ്റ്റർ കൺട്രോളറായിട്ട് അതായത് ഈ മിഡിൽ ഈസ്റ്റിലെ എന്തെങ്കിലും ഒരു വാറിൻ്റെ വിഷയം വന്നു കഴിഞ്ഞാൽ ഈ ഖത്തറിൽ ഇരുന്നു കൊണ്ട് എല്ലാ ഫ്ലൈറ്റുകളെയും എല്ലാ യുദ്ധവിമാനങ്ങളെയും നിയന്ത്രിക്കാൻ ഇവർക്ക് സാധിക്കും. ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെൻറ്റ്സും കമ്പ്യൂട്ടർ സിസ്റ്റമുള്ള ഒരു സിസ്റ്റമാണിത്. ഏകദേശം $60 മില്യൺ ഒരു പ്രൊജക്റ്റായിരുന്നു ഇത്. 2022 മറ്റാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ ഇത് കാണുന്നത്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഇപ്പോഴത്തെ ഫ്ലൈറ്റിൻ്റെ ലൈവ് റഡാർ ഇമേജാണ് ഇതിപ്പോൾ എടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ഇസ്രായേൽ വരുന്നത്, അതേപോലെ തന്നെ ഇവിടെയാണ് ഇറാൻ വരുന്നത്, ഇവിടെ ലെബനോൺ സിറിയയുടെ സ്പേസ്, അതുപോലെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇറാഖിൻ്റെ സ്പേസ്. ഇത് നമുക്ക് വേണമെങ്കിൽ ലൈവ് ഒന്നുകൂടെ കാണാം. ഇതിപ്പോൾ ഞാൻ ലൈവിൽ നിന്ന് ഇമേജ് എടുത്തതാണ്. ലൈവ് എടുക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ലൈവാണ് കാണുന്നത്. അതായത് ഇപ്പോൾ ആകാശത്ത് കൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ്. നിങ്ങൾക്ക് ഏവർക്കും വേണമെങ്കിൽ ഇത് എടുക്കാൻ സാധിക്കും. നമുക്ക് ഓപ്പണായിട്ട് കിട്ടുന്നതാണ്. ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടെയാണ്. ഇതാണ് ഇപ്പോൾ ഇസ്രായേൽ, ഗാസ, ഇതാണ് ഇസ്രായേലിൻ്റെ പൊസിഷന്. ജോർഡാന്, സിറിയ,
ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിവിടെ കാണാം ഇറാൻ ഇവിടെ ഇറാഖ് കഴിഞ്ഞ് അതായത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഇപ്പോൾ ലൈവായിട്ട് കിട്ടുന്ന ഇമേജാണത്. ഇവിടെ നോക്കണം നിങ്ങൾ ഇതിൽ ഈ ഏരിയ, അതായത് ഇസ്രായേലിൻ്റെ, സിറിയയുടെ, ഇറാഖിൻ്റെ, ലെബനോനുള്ള ഈ ഏരിയയും അതുപോലെ തന്നെ ഇവിടെ നിന്ന് വരുമ്പോൾ ഇതാണ് ഇറാനായിരിക്കുന്നത്. ഇറാൻ്റെ ഈ ഏരിയയിലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ തീരെ ഫ്ലൈറ്റുകളില്ല. അതായത് മറ്റെല്ലാ ഫ്ലൈറ്റുകളും തന്നെ ഈ വഴിക്ക് പോകേണ്ട ഫ്ലൈറ്റുകളൊക്കെ തന്നെ ഭയന്നിട്ട് മറ്റു പല വഴിയിലേക്കും ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ഇറാൻ കാണുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറാൻ്റെ ക്യാപിറ്റൽ ഏരിയയിൽ ഒറ്റ ഫ്ലൈറ്റും ഇപ്പോൾ പ്രസൻറ്റ്, അതായത് ഇപ്പോൾ 10:25 ആയിരിക്കുന്നു, ഓഗസ്റ്റ് മാസം 5-ാം തീയതി 10:25 ഇന്ത്യൻ ടൈം 10:25 ഇപ്പോഴത്തെ ലൈവാണ് ഞാൻ കാണിക്കുന്നത്. ഇറാൻ്റെ ഏരിയയിൽ കൂടെ ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നില്ല. ഇപ്പോൾ ആകെ ഒരു ഫ്ലൈറ്റ് ഇവിടെ കാണുന്നത് എബ്സെറ്റ്, അത് ഏതാണ് കമ്പനി എനിക്ക് എത്ര സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ ഏത് കമ്പനിയുടെ ഫ്ലൈറ്റാണെന്ന്. ഇതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. എബ്സെറ്റ് 1349. ദുബായിൽ നിന്ന് DXB, ദുബായിൽ നിന്നും MSQ ഫ്ലൈ ദുബായിയുടെ ഫ്ലൈറ്റാണത്. മിൻസ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റാണ്. 7:20 PM ദുബായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 12:43 അറൈവ് ചെയ്യും. ഇങ്ങനെ നിങ്ങൾക്ക് ഡീറ്റെയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് എടുക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന നമ്മുടെ ആരെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഇറാൻ എയർ സ്പേസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എയർ സ്പേസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഒറ്റ ഫ്ലൈറ്റുകളും കാണാതിരിക്കുന്നത്. അതേ സമയത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ള ഏരിയയിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ സ്ഥലത്ത്, സിറിയയുടെ ഏരിയയിലും കുറച്ചുകൂടി അപ്ഡേറ്റ് ആവാനുണ്ടത്. റഡാറിൽ നിന്ന് കിട്ടുന്ന ഇമേജാണത്. ഡയറക്റ്റ് ഈ ഏരിയയിൽ നോക്കൂ, ഫ്ലൈറ്റുകളൊന്നും തന്നെ ആ ഏരിയയിൽ കൂടെ പറക്കുന്നില്ല. ഇപ്പം നോക്കിയാൽ നിങ്ങൾ അടുത്ത് നോക്കിയാൽ, അതായത് ഇവിടെ ഇന്ത്യയുടെ സൈഡിലേക്കും ഒക്കെ വരേണ്ട ഫ്ലൈറ്റുകൾ ഈ ഏരിയയും അതേപോലെ തന്നെ ഇറാൻ്റെ ഏരിയയിൽ നിന്ന് മാക്സിമം അവോയ്ഡ് ചെയ്താണ് വരുന്നത്. അതായത് ദർ ഈസ് സംതിങ് ഗോയിങ് ടു ഹാപ്പൻ ടു നൈറ്റ്. ഇന്ന് രാത്രി പലതും അത്രയും തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതെല്ലാം കാണുന്നത് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളാണ്. ഈ യെല്ലോ കളറിൽ കാണുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ആ ഫ്ലൈറ്റിൻ്റെ നമ്പർ അടിച്ചിട്ട്, ഇങ്ങനെ കിട്ടുന്ന നമ്പർ അടിച്ചിട്ട് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഫ്ലൈറ്റ് ഏത് കമ്പനിയുടെയാണ്, എവിടെ നിന്ന് എവിടേക്ക് പോകുന്നു എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കിട്ടും. ആർമിയുടെ ഫ്ലൈറ്റുകളാണെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പബ്ലിഷ് ചെയ്യില്ല, പക്ഷേ ഫ്ലൈറ്റ് നമ്പറൊക്കെ കിട്ടും. ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ, അതായത് ഇസ്രായേലിൻ്റെ, അതായത് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വരുന്ന റൂട്ടിൽ ഫ്ലൈറ്റുകൾ വളരെ കുറച്ചുള്ളൂ. അപ്പോൾ നമ്മൾ വളരെ എൻലാർജ് ചെയ്താലാണ് ശരിക്കും കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്നാണ്, ഇറാനിൽ നിന്ന് ഇങ്ങോട്ടുള്ള റൂട്ടിൽ ഫ്ലൈറ്റുകൾ വളരെ കുറച്ച് പോകുന്നത്. അതായത് രാത്രിയിൽ ഇന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും സംഭവിക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളുമുണ്ട്. ഇനി ഇറാൻ വാൺ ചെയ്തിരിക്കുന്നത് ആയിരക്കണക്കിന് മിസൈലുകളെ, UAVകളെ അത് ഒരുമിച്ച് ഇറാനിൽ നിന്ന്, ഇറാഖിൽ നിന്ന്, താഴെ യമനിൽ നിന്ന്, നോർത്തിൽ ലെബനോനിൽ നിന്ന് ഹസബുള്ള, അതുപോലെ തന്നെ സിറിയയുടെ സൈഡിൽ നിന്ന് അവരുടെ മറ്റു മിലീഷ്യസ് ഇവരിൽ തന്നെ ആക്രമിക്കുകയും അതേ സമയത്ത് വളരെ ഭീകരമായി ഒരു പക്ഷേ അവർ നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫുള്ള് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ലെബനോണിൽ നിന്നായിരിക്കാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അമേരിക്കയും ഇസ്രായേലും അതുപോലെ തന്നെ മറ്റ് സഖ്യകക്ഷികളൊക്കെ തന്നെ വളരെ അലർട്ടായിട്ട്, ഖത്തറിലുള്ളതായിട്ടുള്ള സെൻട്രൽ കമാൻഡ് സെൻറ്റർ അലർട്ടായിട്ടിരിക്കുകയാണ്. ഇസ്രായേൽ എന്ത് റിറ്റാലിയേഷൻ വന്നാലും ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിലേക്കാണ് കണ്ണുവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന് ഇങ്ങനെ ആക്രമണം നടത്താനുള്ള ധൈര്യമില്ല തന്നെ. കാരണം അവർ വളരെ തട്ടിപ്പുകളും വെട്ടിപ്പുകളൊക്കെ നടത്തിയിട്ടാണ് ഒരു ന്യൂക്ലിയർ കേപ്പബിലിറ്റി, അതായത് ന്യൂക്ലിയർ ആംസ് ഉണ്ടാക്കാനുള്ള ഒരു തന്ത്രപൂർവ്വം IAEA, അതായത് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജിയുടെ കമ്മിറ്റികളൊക്കെയും കണ്ണു വെട്ടിച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ലൈവ് അപ്ഡേറ്റാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ
ഒരു പക്ഷേ ഈ ദിവസങ്ങളിൽ ഇത് ആക്ച്വലി ഒരു സൈക്കോളജിക്കൽ വാർഫെയറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ യുദ്ധങ്ങൾക്കും മുമ്പ് ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ഉണ്ടാകും, വാക്കുകൾ കൊണ്ടുള്ളൊരു ഫൈറ്റിങ്, അതിനകത്ത് കാര്യങ്ങൾ മനസ്സിലാകും. പക്ഷേ ഇതിപ്പോൾ ലൈവായിട്ട് നമുക്ക് കാണുന്ന ഒരു കാര്യമാണ്. മറ്റ് കമേഴ്ഷ്യൽ ഫൈറ്റുകളൊക്കെയും തന്നെ ഈ ഇറാൻ, ഇറാഖ്, ജോർദാന്, സിറിയ ഈ ഏരിയയിൽ നിന്നൊക്കെയും മാറി ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് രാത്രിയിൽ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് കാര്യം? ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയേണ്ടത് എന്താ വിഷയം എന്നുള്ളതാണ്. ആമേൻ. അതായത് പല പല വാണിങ്ങുകളും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വയനാട് നടന്ന സംഭവം, അതിൻ്റെ ഡീറ്റെയിലേക്ക് പോയി നിങ്ങൾക്ക് അനേക വീഡിയോകൾ കിട്ടും യൂട്യൂബിൽ. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഇന്ന് യൂട്യൂബിൽ വളരെയധികം വ്യാജ വീഡിയോകളുണ്ട്. ഇതെല്ലാം ശരിക്കും നമ്മൾ ആ സബ്ജക്റ്റുമായിട്ട് നമ്മൾ ടച്ച് ചെയ്തിരുന്നാൽ മാത്രമേ നമുക്ക്, അതേപോലെ തന്നെ ദൈവവചനവുമായിട്ട് ടച്ച് ചെയ്തിരുന്നാൽ മാത്രമേ ഇതിൻ്റെ സംഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വയനാട് നടന്ന സംഭവത്തിൽ ഒരു ദിവസം മുമ്പ് തന്നെ അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന പഴയ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ പ്രായം ചെന്ന ആൾക്കാർക്ക് ഇങ്ങനൊരു സംഭവം നടക്കാൻ പോകുന്നതിൻ്റെ എല്ലാവിധ ലക്ഷണങ്ങളും മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഇത് ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. അതിൻ്റെ ഉരുള് പൊട്ടിയ ആ പ്രദേശത്തുള്ളൊരു മനുഷ്യൻ അതിൻ്റെ സ്പോട്ടിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം അതിൻ്റെ സ്റ്റാർട്ട് പോയിൻ്റ്. ചില ക്യാമറമാൻമാർ, ചില കൂട്ടർ അവിടെ പോയിട്ട് അതൊക്കെ വളരെ മലകളുടെ മേളിൽ കയറി പോകണം. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, ഇത് പൊട്ടുന്ന സമയത്ത് വളരെ ഉച്ചത്തിലാണ് ഇതിന് ശബ്ദമുണ്ടായത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു സൈഡിൽ തന്നെ തകർന്നു പോയി. പക്ഷേ ഞങ്ങൾക്ക് ഏകദേശം ഒരു ഉച്ചയ്ക്ക്, അദ്ദേഹം റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന മനുഷ്യനാണ്, അവിടെ തന്നെ ടാപ്പിംഗ് റബ്ബറൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം 8 മണിക്ക് ജോലി തുടങ്ങിയിട്ട് പകൽ 12 മണിക്ക് ജോലി നിർത്തി പോരേണ്ട വിധത്തിലുള്ള മഴ പെയ്തു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാകുന്ന സംഭവിക്കും. അത് കഴിഞ്ഞ് ഒരു 2 മണിയായപ്പോഴേക്കും രാത്രിയാകുന്ന വിധത്തിലുള്ള മഴക്കാർ വന്നു കൂടി. അപ്പോൾ അദ്ദേഹം പറയായിരുന്നു, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ അന്തരീക്ഷം പോലെ ആകുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു ഭീതിക അന്തരീക്ഷമുണ്ടായിരുന്നു. അതേപോലെ താഴ്വാരത്തിലുള്ള ആൾക്കാർ തന്നെ, പഴയ പ്രായം ചെയ്ത മനുഷ്യരൊക്കെയും തന്നെ അയൽക്കങ്ങൾ അവരോടൊക്കെ അവിടുന്ന് മാറി താമസിക്കാൻ തക്കവണ്ണം പറയുകയുണ്ടായിരുന്നു. കുറേയധികം പേര് മാറി താമസിക്കുകയും ചെയ്തു. ഈവൻ ഗവൺമെൻറ് അതോറിറ്റി, പഞ്ചായത്ത് ഇതൊക്കെ തന്നെയും അത്ര സ്റ്റേണായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ അല്ല, പക്ഷേ ഒരു വാണിംഗ് പോലെ സംസാരിച്ചു. വളരെയധികം പേര് മാറി. എന്നാൽ വാണിംഗ് കൊടുത്തിട്ടും മാറാതെ നിന്നവർക്ക് രക്ഷപ്രാപിക്കാൻ, ഒരു വിധത്തിലും രക്ഷപ്രാപിക്കാൻ പറ്റാതെ വണ്ണം, അതായത് ആ ഏറ്റവും ടോപ്പിൽ നിന്ന് വന്നിരിക്കുന്ന കല്ലുകളുടെ വലിപ്പമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു 6 മീറ്റർ 7 മീറ്റർ ഉയരത്തിലും അതേപോലത്തെ വലിപ്പത്തിലുള്ള വലിയ വലിയ കല്ലുകൾ, അവിടെ നിന്നൊക്കെ അതിൻ്റെ പൊസിഷൻ, ഉരുളം കല്ലുകൾ, അവിടെ നിന്നൊക്കെ പാറന്ന് കല്ലെന്ന് പറഞ്ഞ വലിയ വലിയ പാറകൾ അവിടെ നിന്നൊക്കെ ഉരുണ്ട് വന്നിട്ട് വെള്ളം എല്ലാം കൂടെ അടിച്ച് വന്നിട്ട് 2 നില കെട്ടിടങ്ങൾ 3 നില കെട്ടിടങ്ങളൊക്കെയാണ് വെള്ളത്തിൽ കൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടവരുടെ പല വീഡിയോകളും കാണുന്നുണ്ട്. അപ്പോൾ ഒരു വിധത്തിലും രക്ഷ പ്രാപിക്കാൻ കഴിയാത്തവണ്ണം സംഭവിച്ചു പോയി. കാരണം എന്തായിരുന്നു? വാണിംഗ് കൊടുത്തു, വാണിംഗ് കേട്ടു, എന്നിട്ടും അനുസരിച്ചില്ല. ഇത് തന്നെയാണ് നോഹയുടെ ജലപ്രളയത്തിൻ്റെ സമയത്തുണ്ടായത്. കർത്താവ് പറഞ്ഞത് തന്നെയായിരുന്നു, മനുഷ്യപുത്രൻ്റെ വരവെങ്കിലും നോഹയുടെ കാലത്ത് പോലെ തന്നെ സംഭവിക്കും. അപ്പോൾ ഇതെല്ലാം ദൈവമക്കളും ദൈവമാദാസന്മാരായൊക്കെ ഞങ്ങളിതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് ഒരു പേരുണ്ടാക്കാനൊന്നല്ല, കർത്താവിൻ്റെ വചനത്തിൽ കൂടെയും കർത്താവ് പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ, തൻ്റെ വരവിനെക്കുറിച്ച്, തൻ്റെ മധ്യാകാശത്തുള്ള വരവിനെക്കുറിച്ചും തൻ്റെ പരസ്യമായിട്ടുള്ള വരവിനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള രേഖകളും മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ, ലൂക്കോസ് 22, അതുപോലെ തന്നെ മാർക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിൽ 13-ാം അധ്യായത്തിലേക്കും വിവരിച്ചിരിക്കുന്നതായിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ, അതിന് ഇന്ന് ലോക സംഭവങ്ങൾ മാറ്റി താരതമ്യപ്പെടുത്തിക്കൊണ്ട് പഠിച്ചിട്ടാണ് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇറാൻ്റെ നിലനിൽപ്പ് വളരെ മോശമായിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ഈ വിഷയങ്ങൾ നടന്നപ്പോൾ ഇറാൻ്റെ കറൻസിയുടെ വാല്യൂ 650,000, അതായത് 6,50,000 റിയാലാണ് ഒരു US ഡോളർ. $1 ഈസ് ഈക്വൽ ടു 6,50,000 ഇറാനിയൻ റിയാൽസ്. നമ്മുടെ ഒരു ഇന്ത്യൻ കറൻസി US ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 85-86 രൂപയാണ്. ഇപ്പോൾ ടൊമാറ്റോയുടെ വില ഏകദേശം 40 രൂപ. 2 കിലോ ടൊമാറ്റോ ഏകദേശം ഒരു US ഡോളർ, US ഡോളറായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഒരു ഇറാനി കറൻസി കൊടുത്തുകൊണ്ട് നമുക്ക് 2 കിലോ ടൊമാറ്റോ മേടിക്കണമെങ്കിൽ 6,50,000 ഇറാനി റിയാൽ കൊടുക്കേണ്ടി വരും. അതായത് ഒരു കാറിൻ്റെ തൂക്കത്തിൽ
1 കിലോ ടൊമാറ്റോ മേടിക്കണമെങ്കിൽ ഒരു കാറ് മേടിക്കുന്നതിൻ്റെ തൂക്കത്തിൽ ഇറാനി റിയാൽസ്, കാരണം അവരുടെ എക്കണോമി അത്രമാത്രം തകർന്നു പോയി. അപ്പോൾ അവരുടെ ഭരണകൂടത്തിന് നിലനിൽക്കണമെങ്കിൽ അവിടെ മനുഷ്യരെ പ്രീതിപ്പെടുത്തക്കവണ്ണം എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ വചനപ്രകാരം എസെക്കിയേൽ പ്രവചന പുസ്തകത്തിലെ ഈ നാം ഇപ്പോൾ വായിച്ച് കേട്ടതായിട്ടുള്ള വചനപ്രകാരം ദൈവം തന്നെയാണ് റഷ്യയുടെ മൂക്കിൽ ചൂണ്ടലിട്ട് കൊണ്ട് തന്നെ അവനെ ഇസ്രായേലിനെ എഗൈൻസ്റ്റായിട്ട് വരുത്തുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, നോഹയുടെ സമയം നോക്കുമ്പോൾ ഷേത്ത് മാത്രമാണ് നോഹ കാണിച്ച മാർഗത്തിൽ കൂടെ ദൈവഹിതപ്രകാരം മുന്നോട്ട് പോയത്. ദൈവം അതിൽ നിന്ന് അബ്രാഹാമിനെ വിളിക്കുകയും അതിൽ നിന്ന് ഇസ്രായേൽ വരികയും അതിൽ നിന്നും മശീഹ വരികയും ചെയ്തു. ദൈവജനം തന്നെയാണ്. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അത് തന്നെയാണ്. ഓഫ് കോഴ്സ് ഇസ്രായേലിൻ്റെ മേൽ അത്രമാത്രം അകൃത്യങ്ങളുണ്ട്. എന്നിരിക്കലും അബ്രാഹാമിനോട് തൻ്റെ വ്യവസ്ഥയ്ക്ക് മാറ്റം വരികയില്ല. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാന്മാരെന്ന് കണ്ട 8 പേരിൽ നിന്നുള്ളതാണ് ഈ ജാഫെത്തും ഹാമും. അവരാണ് ദൈവത്തിനെതിരായിട്ട് ഒരു ബാബേൽ ടവർ ഉണ്ടാക്കുന്നത്. അവിടെ നിന്നാണ് വീണ്ടും വിഗ്രഹാരാധന തുടങ്ങുന്നതും. അവിടെ നിന്നാണ് മിസ്റ്ററി ബാബിലോൺ, ദൈവത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഭരണകൂടം, മാനുഷിക ഭരണകൂടം കെട്ടിപ്പോക്കുന്നത്. ഇതിനെല്ലാം ദൈവം ഇടിച്ചു തകർക്കും. ഇത് ബേസിക് ഡോക്ട്രൈനാണ്. പല പ്രാവശ്യങ്ങളും ദൈവം ഇതൊക്കെ അടയാളങ്ങളായി കാണിച്ചുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ദൈവസഭയാകുന്ന ചർച്ച് ഓഫ് ക്രൈസ്റ്റിന് അതിൽ ഓരോ അവയവത്തിലും ഇത്തരം സംഭവങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കാണുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ്റെ, നമ്മുടെ മണവാളൻ്റെ വരവ് അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെത്താൻ ഒരുങ്ങുക. തന്നെത്താൻ നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ 19-ാം അധ്യായം, അതും കൂടെ അത് വായിച്ചിട്ട് നമുക്ക് നിർത്താം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 6 തുടങ്ങിയ വാക്യങ്ങളാണ് വായിക്കേണ്ടത്. 8-ാം വാക്യത്തിൽ നമുക്ക് പെട്ടെന്ന് വായിക്കാം. 6 തുടങ്ങി തന്നെ വായിക്കാം. അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ, സർവ്വശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും, ഇതാണ് ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൻ്റെ കാന്തയെ എങ്ങനെയാണ്? തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, നിർബന്ധിച്ചിട്ടല്ല. ഇതുപോലെ വചനങ്ങളും കർത്താവിൻ്റെ വരവിൻ്റെ, കാന്തൻ്റെ വരവിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സുകൾ കിട്ടുമ്പോൾ ദൈവവചനപ്രകാരം, ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞു, എവിടെയൊക്കെ കൂടാരം അടിച്ചിട്ടുണ്ടോ കുറ്റൂരി കാകള കേൾക്കുമ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ, അവിടെയാണ് ക്രിസ്തു. അതായത് ക്രിസ്തുവിൻ്റെ അടുത്ത് വരിക. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അവൻ്റെ വരവെങ്കിൽ ഓരോരുത്തരും താൻ്റെ നിരയിലത്രേ. ഒരുങ്ങുവാനുള്ള അല്ലെങ്കിൽ മെസ്സേജ് കിട്ടിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുമ്പോൾ ദേവദാസന്മാരെടുത്ത് പ്രസംഗിച്ചെന്ന് പറഞ്ഞ് നിസ്സാരമാക്കി തള്ളിക്കളയേണ്ട. കർത്താവ് എപ്പോഴും വരട്ടെ, ഏത് സമയത്തിനും വരട്ടെ. പക്ഷെ ഒരുങ്ങിയിരിക്കുന്നതിനോടത്തോളം സംബന്ധിച്ചിടത്തോളം ഒരു ഭാരമില്ല. വാണിയും പറയാവർത്തി വാണിയും കിട്ടിയിട്ടും വയനാട്ടിലുള്ളവർ വേണ്ട കരുതലെടുക്കാതിരുന്നത് കൊണ്ടാണ് ഇത്രയൊരു വലിയ അനർത്ഥമായി. അതേപോലെ തന്നെ അധികാരികളും വേണ്ട വണ്ണത്തിലുള്ള ഒരു കരുതലെടുക്കാതിരുന്നത് കൊണ്ട്, മുൻകരുതലെടുക്കാതിരുന്നത് കൊണ്ടാണ് ഈ സംഭവം സംഭവിച്ചത്. അതേപോലെ ദൈവം വിളിച്ച് വേർതിരിച്ച് ഇത്തരം കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് സാധാരണ ജനത്തിൽ, പക്ഷേ സാധാരണ ആൾക്കാർക്ക് വെബ്സൈറ്റ് നോക്കാനോ ഇത്തരം ചരിത്രമായ ഹിസ്റ്ററി കാര്യം പഠിക്കാനോ ഫിനാൻഷ്യൽ കാര്യങ്ങൾ പഠിക്കാനോ എക്കണോമിക് സ്റ്റാറ്റസ് പഠിക്കാനോ അതുപോലെ തന്നെ പിന്നെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ചെയ്യാനോ സാധ്യമല്ല. അപ്പോൾ അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് അതിന് നോളജ് തന്ന് ദൈവജനത്തിനോട് ഇതാ വരുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് വരുമ്പോൾ, വരുമ്പോൾ നോക്കാം, കാകളെടുക്കട്ടെ, കാകളത്തിൻ്റെ ശബ്ദം കേൾക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ വയനാട് സംഭവിച്ച പോലെ വരല്ലേ. അതുകൊണ്ട് ഒരുക്കത്തോടു കൂടെ അവൻ്റെ കാന്തിയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഒരുങ്ങേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ദൈവമേ, കർത്താവ് ഈ വചനങ്ങൾ നിങ്ങളേവരെയും സഹായിക്കട്ടെ. അവൻ്റെ വരവിനായി ഓരോരുത്തരും തന്നെത്താൻ ഒരുക്കുവാൻ തക്കവണ്ണം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ എപ്പിസോഡ് നമുക്ക് വിരമിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിൻ്റെ ഒരേ കൃപകൾക്കായി സ്തോത്രം കർത്താവേ. കർത്താവ്, നിൻ്റെ വരവ് എപ്പോൾ തന്നെ ആയിരുന്നാലും നിൻ്റെ ജനത്തെ കർത്താവ് നീ വിശദീകരിച്ച് നിനക്കായി വേർതിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം കർത്താവേ.
കരുതലിനായി സ്തോത്രം. നിൻ്റെ പ്രായശ്ചിത്തമെന്ന ഏക മെറിറ്റിനാൽ ഈ ശബ്ദം കേൾക്കുന്ന ഏത് ജനത്തെയും ഏവരെയും നിന്നോട് ചേർക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊരു മെറിറ്റുമില്ല കർത്താവേ, ഒരു മെറിറ്റുമില്ല. നീ ക്രൂശിൽ പ്രദർശിപ്പിച്ച സ്നേഹം മാത്രമേ ഉള്ളൂ. അതിനായി വിശദീകരിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.